സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടിയോടെ ഭാരതാംബ വിവാദത്തിൽ തുടങ്ങിയ സർക്കാർ ഗവർണർ പോര് പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. വൈസ് ചാൻസലറെ ഉപയോഗിച്ച് ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ് ആക്ഷേപം. ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നും രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. ഇന്നലെ രാജ്ഭവനിലേക്ക് ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും മാർച്ച് നടത്തുകയും സർവകലാശാല ആസ്ഥാനത്തെ ഗേറ്റിന് മുന്നിൽ ബാനർ കെട്ടുകയും ചെയ്തു. അതേസമയം വൈസ് ചാൻസലറുടെ ഉത്തരവ് മറികടന്ന് രജിസ്ട്രാർ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തും. നടപടിക്കെതിരെ നിയമപരമായി നീങ്ങാനാണ് തീരുമാനം. അതിനിടെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് രാജ്ഭവന് സുരക്ഷ വർദ്ധിപ്പിച്ചു. സാരംഗ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. സാരംഗ്, വലിയ പ്രതിഷേധത്തിനാണ് ഇന്നലെ രാജ്ഭവന്റെ കവാടം സാക്ഷ്യം വഹിച്ചത്. ഇന്ന് അതിനപ്പുറം ഈ സസ്പെൻഷനിലായ രജിസ്ട്രാർ വീണ്ടും തിരികെ സർവകലാശാലയിലേക്ക് എത്തുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. അത് വലിയ പ്രതിഷേധങ്ങൾക്കൊരുപക്ഷെ ഇടവെച്ചേക്കാം. വലിയ രീതിയിലുള്ള സംഘർഷ സമാനമായ സാഹചര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചേക്കാം എന്നതല്ലേ സ്ഥിതി? തീർച്ചയായും ആര്യ, ഇന്നലെ രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരത്തിലൊരു സിൻഡിക്കേറ്റ് അംഗം ഈ ഒരു സിൻഡിക്കേറ്റ് യോഗം ചേരുന്നില്ല, ഈ ഒരു വിഷയം ഉണ്ടായിട്ടും 60 ദിവസത്തിനകം ഇങ്ങനൊരു സാഹചര്യത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് സിൻഡിക്കേറ്റ് അംഗം ഇന്നലെ രാവിലെ തന്നെ പ്രതികരിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ VCയുടെ അസാധാരണമായൊരു നടപടി ഉണ്ടായത്. അതായത് സിൻഡിക്കേറ്റ് യോഗം ചേരാതെ സർവകലാശാല ചട്ടത്തിലെ ഒരു പ്രത്യേക നിയമം ഉപയോഗിച്ച് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നത്. അതായത് ഈ ഗവർണറെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പരിപാടി റദ്ദാക്കി അത്തരത്തിലുള്ള പല പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സസ്പെൻഷൻ വരുന്നത്. അത് കോടതിയിൽ നേരിടുമെന്ന് രജിസ്ട്രാർ പറയുമ്പോഴും അദ്ദേഹം ഇന്ന് ഇത്തരത്തിൽ സർവകലാശാലയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഇന്നലെയും ഇന്നുമായി KSU, SFI തുടങ്ങിയ പല വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിഷേധ പരിപാടികൾ യൂണിവേഴ്സിറ്റിന് മുൻപിൽ നടക്കുന്നുമുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇദ്ദേഹം അവിടേക്ക് എത്തുമ്പോൾ ഈ പ്രതിഷേധം കൂടുതൽ കനക്കാനാണ് സാധ്യത. ഇത്തരത്തിൽ ഈ ഒരു ഗവർണറുടെ വിഷയത്തിൽ രജിസ്ട്രാർക്ക് ഒരു സസ്പെൻഷൻ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം രണ്ട് SFIയും KSUയും എല്ലാം ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ച് ഗവർണർക്കെതിരെ പോരാട്ടത്തിന് ഇറങ്ങുന്നൊരു സാഹചര്യമാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. ഈ ഒരു സിൻഡിക്കേറ്റ് യോഗം ചേരാതെ തന്നെ ഇങ്ങനെയൊരു രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിച്ചത് ചട്ടലംഘനമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ വിദ്യാർത്ഥി സംഘടനകളും മാത്രമല്ല രജിസ്ട്രാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനെ കോടതിയിൽ നേരിടാൻ ആണ് രജിസ്ട്രാറുടെ നീക്കമെങ്കിലും സർവകലാശാലയിലേക്ക് ഇന്ന് എത്തുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. VCക്കെതിരെയുള്ള പ്രതിഷേധം കൂടി കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ്. നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രജിസ്ട്രാർ എത്തിയാൽ BJPയുടെ ഇത്തരത്തിലുള്ള യുവജന സംഘടനകൾ കൂടി പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തും. അപ്പോൾ ഈ 3 യുവജന സംഘടനകളും തമ്മിലുള്ള വലിയൊരു തെരുവ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ള ഒരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ സുരക്ഷ അത്രത്തോളം ശക്തമാക്കിയിട്ടില്ലേ ഈ സർവകലാശാലയുടെ കാര്യത്തിലാണെങ്കിലും രാജ്ഭവന്റെ സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും? തീർച്ചയായും ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തൊക്കെ കനത്ത സുരക്ഷ പോലീസ് ഒരുക്കിയിരുന്നു. അകത്തേക്ക് പ്രതിഷേധക്കാരെ കയറ്റിവിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നിലവിൽ ഈ ഒരു സംഘടന തിരിഞ്ഞുള്ളൊരു പ്രതിഷേധം മാത്രമല്ല ഈ ഒരു KSU, SFI ഈ ഒരു രജിസ്ട്രാറെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ നടപടിയെ അനുകൂലിച്ചുകൊണ്ടും മറ്റ് സംഘടനകൾ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തെരുവ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഈ ഭാഗങ്ങളിൽ കനത്ത സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. പ്രതിഷേധം കനക്കുന്ന സമയങ്ങളിൽ ഈ ഒരു സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് സാധ്യത. ആര്യ, സാരംഗ്, എത്ര മണിയോടുകൂടിയാണ് രജിസ്ട്രാർ ഇത്തരത്തിൽ സർവകലാശാലയിലേക്ക് വീണ്ടും ജോലിയിൽ തിരികെ പ്രവേശിക്കാം? ഈ സസ്പെൻഷൻ മറികടന്നുകൊണ്ട് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളത്? അപ്പോൾ SFIയുടെ സംരക്ഷണം അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നതാണ് സ്ഥിതി. അതിനപ്പുറം രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധം ഇടത് സംഘടനകളുടെ അത് എപ്പോഴാണ്?
ഇന്ന് രാവിലെയോടുകൂടി 10 മണിയോടുകൂടിയായിരിക്കും ഈ രജിസ്ട്രാർ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുക എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. മാത്രമല്ല SFIയുടെ പ്രതിഷേധം പറഞ്ഞിട്ടുണ്ട്, അതേപോലെ രാജ്ഭവനിലേക്ക് പ്രതിഷേധമുണ്ട്, അതും രാവിലെ 10 മണിയോടുകൂടിയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഒരു പ്രതിഷേധം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീക്കാതിരിക്കാനുള്ള പോലീസ് സന്നാഹങ്ങൾ ഈ രണ്ട് ഭാഗങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല രജിസ്ട്രാർക്ക് SFIയുടെ പിന്തുണയുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചേരിതിരിഞ്ഞുള്ളൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ തന്നെ പോലീസ് സർവ്വസന്നാഹവും ഇന്ന് ഒരുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. മാത്രമല്ല യൂണിവേഴ്സിറ്റിയുടെ മുൻപിൽ SFI ബാനർ കെട്ടിയിട്ടുണ്ട് ഈ ഒരു ഗവർണർക്കെതിരെ. ഇതിനു മുൻപേയും ഈ സിൻഡിക്കേറ്റ് യോഗം ചേരുന്ന സെനറ്റ് യോഗം ചേരുന്ന സമയത്തും മാത്രമല്ല ഈ ഒരു പരിപാടി അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഈ പത്മനാഭ സേവാ സമിതി നടത്തിയ പരിപാടിയുടെ സമയത്തും ഇത്തരത്തിൽ വലിയ സംഘർഷം യൂണിവേഴ്സിറ്റിയുടെ പുറത്തുണ്ടായിരുന്നു. അതും പോലീസ് ക്രമീകരിച്ചിരുന്നു. ഈ സമയത്ത് KSU പ്രവർത്തകർ അകത്ത് കയറിയത് വലിയൊരു സംഘർഷത്തിലേക്ക് എത്തിയിരുന്നു. KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിരുന്നു. ഇതിലൊക്കെ രണ്ട് കക്ഷികൾക്കും, അതായത് BJP അനുകൂല വിദ്യാർത്ഥി സംഘടനകൾക്കും അതേപോലെ തന്നെ KSUക്കും SFIക്കും എല്ലാം അമർഷമുണ്ട്. ഈ ഒരു ചേരിതിരിഞ്ഞുള്ളൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കടക്കാതിരിക്കാൻ പോലീസ് എല്ലാ സന്നാഹങ്ങളും ഒരുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആര്യ സാറേ, നമുക്കറിയാം, അതായത് ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പോരാണ് അത് സർക്കാർ ഗവർണർ പോര് എന്നതിനപ്പുറം ഈ സർവകലാശാലയിലേക്കും സമാനമായ ഒരു വിഷയം കടന്നു വരുന്നു. അപ്പോൾ യുവജന സംഘടനകൾ കൂടി, വിദ്യാർത്ഥി സംഘടനകൾ കൂടി ആ വിഷയം ഏറ്റെടുക്കുന്നു. അതൊരു തെരുവ് പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയ സാഹചര്യമാണ്. ഇതിപ്പോൾ ഗവർണർ സർക്കാർ പോര് ആ വിഷയത്തെ കൂടി മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധങ്ങൾ എത്തുകയല്ലേ? തീർച്ചയായും ഗവർണർ സർക്കാർ പോരിൽ നിന്ന് മാറി ഇതൊരു വിദ്യാർത്ഥി സംഘടനകളുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഭാരതാംബ വിഷയം തുടങ്ങിയത് സർക്കാരും ഗവർണറും തമ്മിലാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയുടെ അകത്തേക്ക് അടക്കം ഇത്തരത്തിൽ രാഷ്ട്രീയ പോരാട്ടം മുറുകുന്നു എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്തും SFIയും ഇദ്ദേഹവും തമ്മിൽ കനത്ത പോരാട്ടം നടന്നിരുന്നു. രാഷ്ട്രീയപരമായ ഒരു പോരാട്ടം നടന്നിരുന്നു, വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു സാഹചര്യം വീണ്ടും ഈ ഒരു ഭാരതാംബ വിഷയം ഗവർണർ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതിൽ സർക്കാരും പിന്നോട്ടില്ല എന്നൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഗവർണറും അത്തരത്തിലൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഒരു യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതൊരു സ്വകാര്യ പരിപാടിയാണ്. അതിൽ ഗവർണർ ഇങ്ങനെ ഒരു ഭാരതാംബ ചിത്രം വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടത്തുമ്പോൾ അതൊരു ചട്ടലംഘനമല്ല എന്ന് ഉള്ള രീതിയിലാണ് രാജ്ഭവൻ അടക്കമുള്ള വിശദീകരണം വന്നത്. പക്ഷേ അതിനുശേഷം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഒന്നും വന്ന മറുപടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവർണർ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ അതൊരു ഇത്തരത്തിലൊരു പാർട്ടി ചിഹ്നത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ആദരം അർപ്പിച്ചുകൊണ്ടാവരുത്, അതൊരു ചട്ടലംഘനമാണ്, ജനങ്ങൾക്കൊരു മാതൃകയായ രീതിയിൽ പെരുമാറണം എന്ന വിമർശനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. അത് ഈ ഒരു മാതൃകയാവണമെന്നും ഇത്തരത്തിൽ ഈ രീതിയിലാണ് ഒരു സ്വകാര്യ പരിപാടിയാണെന്നുള്ള ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടം മാറി ഇപ്പോൾ അതൊരു തെരുവ് യുദ്ധത്തിലേക്കുള്ള കാര്യങ്ങൾ കടക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുറന്നുള്ള ഒരു പോരിലേക്ക് ഗവർണർ ഉറച്ചു തന്നെയാണ്. ഇത് ഈ ഒരു ഭാരതാംബ വിഷയവുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു അദ്ദേഹം ഉറച്ചിരുന്നത്. മാത്രമല്ല ഈ സെനറ്റ് ഹാളിൽ ഈ ഒരു പരിപാടി ആദ്യം ഈ പത്മനാഭ സേവാ സമിതി റദ്ദാക്കിയിരുന്നു ഈ ഒരു ചട്ടലംഘനം ആരോപിച്ചിട്ട്. പിന്നീട് അത് തുടരുകയായിരുന്നു. ഗവർണർ തീർച്ചയായും അവിടെ എത്തുമെന്ന് പറഞ്ഞു. ആ പരിപാടിയിൽ വരികയും ഈ ഭാരതാംബയുടെ മുൻപിൽ വെച്ച് തന്നെ ഈ ഒരു ആദരം അർപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം മറ്റു കാര്യപരിപാടികളിലേക്ക് നടന്നത്. ഇതൊരു ജനാധിപത്യ രീതിയായി കാണണമെന്നും ഇത് ചെയ്യാൻ അനുവദിക്കണമെന്നും മറ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പുറമേ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ ചൂണ്ടിക്കാണിക്കപ്പെട്ട പ്രശ്നങ്ങളിൽ അദ്ദേഹം കൃത്യമായൊരു മറുപടി പറയുന്നുമില്ല. ഇതൊരു രാഷ്ട്രീയ പോരായി നിലനിൽക്കേണ്ട ഒരു ആവശ്യകത അദ്ദേഹം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് എത്താനാണ് കാരണം. ഗവർണറും കേരള സർക്കാരും തമ്മിലുള്ള ഒരു തുറന്ന പോരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചേരാനാണ് സാധ്യത. ആര്യ, തീർച്ചയായും സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇന്നും വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെ ഇന്നത്തെ ഈ വാർത്താ ദിനം സാക്ഷ്യം വഹിക്കും എന്നതാണ് സാഹചര്യം. രാവിലെ 11 മണിയോടുകൂടി ഇത്തരത്തിൽ രാജ്ഭവനിന് മുന്നിലേക്ക് SFIയുടെ മാർച്ചുണ്ട്. അതേസമയം തന്നെ രജിസ്ട്രാർ ഇത്തരത്തിൽ വീണ്ടും ഈ സസ്പെൻഷൻ നടപടി അല്ലെങ്കിൽ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് സർവകലാശാലയിലേക്ക് എത്തും എന്നുള്ള ഒരു അറിയിപ്പ് കൂടി നൽകിയ സാഹചര്യത്തിൽ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത്. ഇത് ഇന്നലെ രാജ്ഭവനിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.
സർക്കാർ ഗവർണർ പോലും മറ്റൊരു തലത്തിലേക്ക് കടക്കുമ്പോൾ ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന ആക്ഷേപം ഉയർത്തിക്കൊണ്ട് SFIയും DYFIയും ഇന്നലെ രാജ്ഭവന് മുന്നിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.